ഹലോ, നമുക്ക് ഇന്നേ ഈ ഇല വെച്ചിട്ട് ഒരു സൂപ്പർ ഡിഷ് ഉണ്ടാക്കാം കേട്ടോ. പുളിയിലയാണേ. അപ്പോൾ ആ പുളിയിലയും കാന്താരിയും തേങ്ങയും ഉപ്പുമാണ് ഇതിൻ്റെ മെയിനായിട്ട് വേണ്ടത് കേട്ടോ. അത് നന്നായിട്ട് മിക്സിക്കകത്ത് വെച്ച് അരിഞ്ഞില്ല എന്ന പാകത്തിൽ നന്നായിട്ട് അരച്ചെടുക്കണേ. അമ്മിക്കല്ലിൽ വെച്ച് അരയ്ക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുമെന്നാണ് കേട്ടോ മമ്മി പറഞ്ഞത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കണം മത്തിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. ഇത് എന്നിട്ട് വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് ഒരു പഴയ പാൻ തന്നെ എടുക്കണേ. പുതിയ പാൻ എടുത്ത് നശിച്ചു കേട്ടോ, കാരണം പുളിയില ആയതുകൊണ്ടാണേ. അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിനെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു വാഴയിലക്കകത്ത് ഇതുപോലെ പരത്തി കൊടുക്കണം കേട്ടോ. ചൂടാറിയിട്ട് വേണം കേട്ടോ, ഇല്ലെങ്കിൽ കൈ പുള്ളി നാശകോശമായി പോവും. അങ്ങനെ നമ്മൾ നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ടേ. പണ്ടത്തെ ആൾക്കാർ വളരെ ആസ്വദിച്ചും പിശിക്കൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു സൂപ്പർ ഡിഷാണ് കേട്ടോ ഇത്. പുളി ഉപ്പൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ടെങ്കിലേ പുളിയില ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ഇട്ട് കഴിക്കണേ. അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ ഫസ്റ്റ് ടൈം കഴിച്ചപ്പോൾ തന്നെ അഡിക്റ്റ് ആയി പോയിട്ടോ. അങ്ങനത്തെ ഇത് ചുട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്.